നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നടക്കുന്ന സൗഹൃദ മത്സരത്തിൽ ബ്രസീലും ഇംഗ്ലണ്ടും തമ്മിലാണ് ഏറ്റുമുട്ടുക. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 ഇംഗ്ലണ്ടിലെ വെംബ്ലി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. നിരവധി സൂപ്പർ താരങ്ങളാൽ സമ്പന്നമായ രണ്ട് ടീമുകൾ തമ്മിലാണ് ഈ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കടുത്ത പോരാട്ടമാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇംഗ്ലണ്ടിന് അവരുടെ ഗോളടി വീരനായ ഹാരി കെയ്നിനെ ഇപ്പോൾ നഷ്ടമായിട്ടുണ്ട്. ഇക്കാര്യം അവരുടെ പരിശീലകനായ ഗാരറ്റ് സൗത്ത്ഗേറ്റ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബയേണിന് വേണ്ടിയുള്ള മത്സരത്തിനിടയിലായിരുന്നു ഹാരി കെയ്നിന് പരിക്കേറ്റത്. ഇതുവരെ അദ്ദേഹത്തിന്റെ കാര്യം സംശയത്തിലായിരുന്നു. എന്നാൽ രണ്ട് സൗഹൃദ മത്സരങ്ങളും അദ്ദേഹത്തിന് കളിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം അവരുടെ പരിശീലകൻ തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വരുന്ന ബെൽജിയത്തിനെതിരെയുള്ള മത്സരത്തിലും ഹാരി കെയ്ൻ കളിക്കാൻ സാധ്യതയില്ല. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ വളരെയധികം സംശയങ്ങളാണുള്ളത്. കോൾ പാൽമർ, ഹെൻഡേഴ്സൺ എന്നിവർക്ക് അദ്ദേഹത്തെക്കാൾ കൂടുതൽ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന്റെ അഭാവം മറ്റുള്ള താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്രില്യന്റ് ആയ അവസരമാണ്. ഇതാണ് ഇംഗ്ലീഷ് പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ബ്രസീലിനെതിരെയുള്ള മത്സരത്തിലും ബെൽജിയത്തിനെതിരെയുള്ള മത്സരത്തിലും ഹാരി കെയ്ൻ ഉണ്ടാവില്ല. അതേസമയം ബ്രസീലിനെതിരെയുള്ള മത്സരത്തിൽ കോൾ പാൽമറും ജോർദാൻ ഹെൻഡേഴ്സണും ഉണ്ടാവില്ല. എന്നാൽ അവർ ബെൽജിയത്തിനെതിരെയുള്ള മത്സരത്തിൽ തിരികെ എത്താൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. ഇംഗ്ലണ്ട് ഗോളടിക്കാൻ പ്രധാനമായും ആശ്രയിക്കുന്ന ഒരു താരം കൂടിയാണ് ഹാരി കെയ്ൻ. അദ്ദേഹത്തിന്റെ അഭാവം ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ്, ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പകരം ഒരുപിടി മികച്ച താരങ്ങൾ അവിടെയുണ്ട്. പ്രധാനമായും ഇവാൻ ടോണി, ഒല്ലി വാറ്റ്കിൻസ് എന്നിവരിൽ ഒരാളായിരിക്കും ആ ഒരു പൊസിഷനിൽ കളിക്കുക. ഇതിൽ വാറ്റ്കിൻസ് ഇപ്പോൾ മിന്നുന്ന ഫോമിൽ കളിക്കുന്ന താരമാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 29 മത്സരങ്ങളിൽ നിന്ന് 16 ഗോളുകളും 10 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.